കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 12, 28 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് നിയമജ്ഞരിലൊരുവൻ മുന്നോട്ട് വന്ന് യേശുവിനോട് ചോദിച്ചു, എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ്? യേശു പ്രതിവചിച്ചു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇതേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല. നിയമജ്ഞൻ പറഞ്ഞു, ഗുരോ, അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെപ്പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെയും യാഗങ്ങളെയും കാൾ മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ്. അവൻ ബുദ്ധിപൂർവം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്നും അകലെയല്ല. പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സഭയിൽ നമ്മൾ അനുസ്മരിക്കുന്ന ഒരു വിശുദ്ധയുണ്ട്, വിശുദ്ധ എവ്ഫ്രേസ്യാമ്മ. ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച് എല്ലാ സുഖസൗകര്യങ്ങളിലും ജീവിക്കാമായിരുന്ന ഒരു സെനറ്ററെ പോലും വിവാഹം കഴിച്ച് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോകാൻ അവളോട് അപ്പൻ ആവശ്യപ്പെട്ടതുപോലുമാണ്. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് തന്നെ അവളുടെ ആഗ്രഹപ്രകാരം ഒരു സന്യാസ ഭവനത്തിൽ കൊണ്ടേ ആക്കണം എന്ന് പറഞ്ഞു. അവൾ നന്നായി ചെറുപ്പത്തിലെ തന്നെ ദൈവവിചാരത്തിലും കാര്യത്തിലൊക്കെ ജീവിച്ചതുകൊണ്ട് ഇതല്ലാതെ മറ്റൊരു മാർഗം സ്വീകരിക്കില്ലെന്ന് അമ്മയ്ക്കും അറിയായിരുന്നു. അവിടെ ചെന്ന് അവരോടുത്ത ഒരു തിരുസ്വരൂപം ചുംബിച്ച് കന്യാത്വം ഏറ്റെടുത്ത് അങ്ങനെ അമ്മയും അവളെ കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നന്നായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞ് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്ത് തിരിച്ചു വന്നിട്ടാണ് അതിനുശേഷം അധികം താമസിയാതെ അമ്മ മരണപ്പെടുകയും ചെയ്തു. ഇവിടെ നമ്മൾ കാണുകയാണ്, വിശുദ്ധ ജീവിതം നയിക്കാനുള്ള അവാജ്യമായിട്ടുള്ള ഒരാഗ്രഹം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അതിന് സാഹചര്യങ്ങളൊന്നും തടസ്സമായില്ല. അമ്മ മരിച്ചത് തടസ്സമായോ? ഇല്ല. സാമ്പത്തികമായിട്ടുള്ള ആ ഒരു സമ്പന്നത അത് തടസ്സമായോ? ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഏത് സാഹചര്യത്തിലും ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കാൻ പറ്റും, വിശുദ്ധരാകാൻ പറ്റും, സ്വർഗത്തിലെത്താൻ പറ്റും. നമ്മൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന വ്യക്തികളായി മാറാൻ ലോകത്തിൻ്റെ ഏത് കോണിൽ ജീവിക്കുന്നവർക്കും സാധ്യമാകും എന്നുള്ള ആ ഒരു വലിയ സന്ദേശമാണ് ഈ വിശുദ്ധയിലൂടെ നമുക്ക് ലഭിക്കുക. അങ്ങനെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കാണുന്നു, ദൈവം ക്ഷണിക്കുന്നത് അനുതാപത്തിലേക്ക്, തിരിച്ചു വരുന്നതിലേക്ക്. തിരിച്ചു വരാൻ ഹോസിയ പ്രവാചകനിലൂടെ ദൈവം ആവശ്യപ്പെട്ട കാര്യം, നീ എന്തായിരുന്നു, എങ്ങനെ നീ ജീവിച്ച വ്യക്തിയാണ്, തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞാൽ നീ തിരിച്ചു വരും ദൈവത്തിലേക്ക്. അതാണ് ഇന്നത്തെ ആദ്യ വായന നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുക. ഇനി എന്തെല്ലാം നന്മകൾ നമുക്കുണ്ടാകാം, കർത്താവ് നമ്മെ ഏതെല്ലാം വിധത്തിൽ ലാളിക്കും, സ്നേഹിക്കും, പരിപാലിക്കും, ഇതെല്ലാം വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ട കാര്യങ്ങളാണ്. ഇതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ പാപസുഖത്തിലേക്ക് പോവുക. അത് ജെറമ്യ പ്രവാചകനാണേലും അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നതാണ് വിലാപങ്ങളുടെ പുസ്തകം. 5 അധ്യായങ്ങളേ ഉള്ളൂ, ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർക്കാവുന്ന 5 അധ്യായങ്ങൾ. വലിയ ഒരു സന്ദേശം അവിടെ നമുക്ക് ലഭിക്കുന്നത് കാണാൻ പറ്റും. ഇസ്രായേൽ എത്രമാത്രം ദൈവത്താൽ സമ്പന്നരായിരുന്നു, ദൈവാനുഗ്രഹത്തിൽ ജീവിച്ചവരായിരുന്നു, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം മറന്നിട്ട്, അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് പാപത്തിൻ്റെ നൈമിഷിക സുഖത്തിലേക്ക് പോകുന്ന, അന്യ ദൈവ ആരാധന പോലും നടത്തുന്ന, സത്യദൈവത്തെ വിസ്മരിക്കുന്ന ആ ഒരു രംഗം കാണാൻ പറ്റും. അതുമൂലം സംഭവിച്ചത് എന്താണ്? അവരുടെ ഐശ്വര്യമെല്ലാം നഷ്ടപ്പെട്ടു, അവരുടെ വഴികളെല്ലാം അടയ്ക്കപ്പെട്ടു.
1 അധ്യായത്തിൻ്റെ 14 പറയാണ്, ദൈവം ഞങ്ങളുടെ പാപങ്ങളെല്ലാം കൂടി എടുത്ത് അതൊരു നുകമാക്കി ഞങ്ങളുടെ കഴുത്തെ വെച്ച് കെട്ടിയിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ആ ഭാരം അനുഭവിക്കുന്നു, അടിമത്തം അനുഭവിക്കുന്നു. കാരണം ദൈവമല്ല, ഞങ്ങൾ ചെയ്ത പാപങ്ങൾ, ഞങ്ങളുടെ പാപങ്ങളാണ് നുകമാക്കി ഞങ്ങളുടെ കഴുത്തിൽ തന്നെ വെച്ച് കെട്ടിയിരിക്കുന്നത്. 3 അധ്യായം 9 വചനം എടുത്താൽ, ചെത്തിയെടുത്ത കല്ലുകൊണ്ടെന്ന പോലെ കർത്താവ് ഞങ്ങളുടെ വഴി അടച്ചു. അതാണ് അവരിരുന്ന് കരഞ്ഞു പറയുന്ന ഒരു കാര്യം. കർത്താവ് അടച്ച വഴി അവർ തുറക്കാൻ നോക്കിയിട്ട് അത് തുറക്കാൻ പറ്റുന്നില്ല. നമുക്കറിയാമല്ലോ, കർത്താവ് ഒരു വഴി അടച്ചാൽ കർത്താവിനല്ലാതെ മറ്റാർക്കും അത് തുറക്കാൻ പറ്റില്ല. തുറപ്പിക്കാനുള്ള ഒരു മാർഗമാണ് നമ്മൾ അനുദപിക്കുക എന്നുള്ളത്. നമുക്ക് തെറ്റുപറ്റിയെങ്കിൽ തെറ്റുപറ്റിയെന്ന് അംഗീകരിച്ച് അനുദപിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയുക. ഈ ഒരു കാര്യം ചെയ്തപ്പോൾ ദൈവം അവരുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് വിലാപങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ദൈവം ഈ നോമ്പുകാലത്ത് നമ്മെ ക്ഷണിക്കുന്നത് ഈ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോവുക. നമുക്ക് തെറ്റുപറ്റിയെങ്കിൽ തെറ്റുപറ്റിയത് അംഗീകരിച്ച് തിരിച്ചു വരിക. തിരിച്ചു വന്നാൽ നമ്മുടെ ഐശ്വര്യം ദൈവം പുനഃസ്ഥാപിക്കും എന്നുള്ളത് കർത്താവ് തന്നെ വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നു, ഒരു ബുദ്ധിമാനായ മനുഷ്യൻ. ബുദ്ധിയാണോ നമുക്ക് പ്രധാനപ്പെട്ടത്, അതോ ശുദ്ധമായൊരു മനസാക്ഷി, ഹൃദയം, ഇതൊക്കെയാണോ വേണ്ടത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. നല്ല ബുദ്ധിമാനായ ഒരു മനുഷ്യൻ യേശുവുമായിട്ട് സംസാരിക്കുന്നത് കാണാൻ പറ്റും. യേശു എന്ന് പറഞ്ഞാൽ അനന്തജ്ഞാനിയാണ്. അതിൻ്റെ മുമ്പിൽ ബുദ്ധിമാൻ്റെ ബുദ്ധി എവിടെ എത്തും? അവന് യേശു പറഞ്ഞ ചില കാര്യങ്ങൾ സാധൂകരിച്ച് അവൻ പറയുന്നുണ്ട്, അയ്യോ നീ പറഞ്ഞൊക്കെ കറക്റ്റാണ് കേട്ടോ, ഇത് തന്നെയാണ് ശരി. അവൻ ബുദ്ധിപൂർവ്വം സംസാരിക്കുന്നത് കേട്ടിട്ട് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ദൈവരാജ്യത്തിൽ നിന്നും വിദൂരത്തല്ല. ബുദ്ധിമാനായിരുന്നത് കൊണ്ട്, ബുദ്ധിയിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതുകൊണ്ട് സ്വർഗരാജ്യാനുഭവം അവനുണ്ടായോ? ഉണ്ടായില്ല. നീ ദൈവരാജ്യത്തിൽ നിന്നും വിദൂരത്തല്ല. കാര്യങ്ങളൊക്കെ നിനക്കറിയാം, അതനുസരിച്ച് ജീവിക്കുകയും കൂടെ ചെയ്താൽ മതി. അങ്ങനെയുള്ളവർക്ക് സ്വർഗരാജ്യ അനുഭവം ഉണ്ടാവും. നമ്മുടെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള സ്മാർട്ട്നെസ്, നമ്മുടെ സാമർഥ്യം, ഇതൊക്കെയാണോ പ്രധാനപ്പെട്ടത്? ദൈവത്തെ അംഗീകരിച്ച് അനുസരിക്കാനുള്ള ഒരു ശുദ്ധ മനസ്സ്, അതാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവരാജ്യ അനുഭവം നമുക്കുണ്ടാവും. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമൊന്നും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവും. ഇതാണ് ശരിക്കുള്ള ദൈവരാജ്യ അനുഭവം. ഇതാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഈ ഒരു അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ നിശ്ചയമായിട്ട് നമ്മൾ പാപം വെടിയാൻ തയ്യാറാകണം. ദൈവത്തെ അനുസരിച്ച് ജീവിക്കാനുള്ള ആ ഒരു മനസ്സ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഉണ്ടാകുന്നെങ്കിൽ ഈ അനുഭവം നമുക്കും ഉണ്ടാകും എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. അതൊരു ബോധ്യമായി അതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.